6 മുതൽ 7 അടി വരെ ഉയർന്നു ചാടാൻ കഴിയുന്ന, ദിവസത്തിൽ 16 മണിക്കൂർ വരെ ഉറങ്ങുന്ന, 10 മുതൽ 15 മില്ലി സെക്കൻഡ് വരെ മാത്രം റിയാക്ഷൻ ടൈമുള്ള നമ്മുടെ പൂച്ച സാർ. നമുക്കിന്ന് പൂച്ചകളുടെ അമേസിംഗ് ആയിട്ടുള്ള ജീവിതത്തെ പറ്റി നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പറയാൻ വാക്കുകളില്ല. സിംഹങ്ങൾ മുതൽ കടുവകൾ വരെ ഉൾപ്പെടുന്ന ഫെലിഡേ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരാണ് പൂച്ചകൾ. ഈ ഫാമിലിയിൽ ഉൾപ്പെടുന്ന മറ്റെല്ലാ ബിഗ് ക്യാറ്റ്സിനെയും പോലെ തന്നെ ഹണ്ടിങ്ങിലും മരം കയറ്റത്തിലുമൊക്കെ വിദഗ്ധരാണ് പൂച്ചകൾ. വളരെ ശക്തിയുള്ള താടിയെല്ലുകളും മൂർച്ചയേറിയ പല്ലുകളും ഇവർക്കുണ്ട്. അതുമാത്രമല്ല, വളരെ ദൂരത്തേക്കുള്ള കാഴ്ചശക്തിയും കേൾവി ശക്തിയും മണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും പൂച്ചകൾക്കുണ്ട്. ഈ ലോകത്ത് ഏകദേശം 70ഓളം പൂച്ച ബ്രീഡുകളുണ്ട്. അവയെ തന്നെ കാഴ്ചയിലുള്ള വ്യത്യാസത്തിലും ക്യാരക്ടേഴ്സിലുള്ള മാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിരവധി ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അവയെ തന്നെ ചില ഗ്രൂപ്പുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോസ്റ്റ് ഫേമസ് ബ്രീഡാണ് പേർഷ്യൻ ക്യാറ്റ്സ് എന്ന് പറയുന്നത്. വളരെ നീളമുള്ള തിക്കായിട്ടുള്ള രോമങ്ങളും ഉരുണ്ട മുഖവും നിരപ്പിലുള്ള മൂക്കുമൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. മറ്റുള്ള പൂച്ച വിഭാഗങ്ങളെക്കാൾ വളരെ ശാന്തരാണ് പേർഷ്യൻ ക്യാറ്റ്സ്. വളരെ ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് പേർഷ്യൻ ക്യാറ്റ്സ്. ഇവയെ കൃത്യമായ പരിചരണവും സംരക്ഷണവുമൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ബ്രീഡ് കൂടിയാണ് പേർഷ്യൻ ക്യാറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും നിരവധി ആരാധകരുള്ളൊരു ബ്രീഡ് കൂടിയാണ് പേർഷ്യൻ ക്യാറ്റ്സ്. രണ്ടാമത്തെ മോസ്റ്റ് ഫേമസ് ബ്രീഡാണ് സയമീസ് ക്യാറ്റ്. വലിപ്പം കുറഞ്ഞ ശരീരവും നീല കണ്ണുകളുമൊക്കെ ഉള്ളവരാണ് സയമീസ് ക്യാറ്റ്സ്. മൂക്കിനോടും കണ്ണിനോടുമൊക്കെ ചേർന്നുള്ള കറുപ്പ് നിറത്തിലുള്ള കോട്ടിങ്ങും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വളരെ സോഷ്യലായിട്ടുള്ള ബ്രീഡാണിത്. മനുഷ്യനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നവർ കൂടിയാണ് സയമീസ് ബ്രീഡ്സ് പൂച്ചകൾ. അടുത്തൊരു ഫേമസ് ക്യാറ്റ് ബ്രീഡാണ് മെയിൻ കൂൺ. വളരെ വലിയ ശരീരവും വളരെ വലിയ ചെവികളും നീളമേറിയ വാലുകളുമൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. നിരവധി ബ്രീഡേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ബ്രീഡ് കൂടിയാണ് മെയിൻ കൂൺ. ബംഗാൾ ക്യാറ്റ്സ് ആണ് അടുത്തൊരു കൂട്ടർ. ആഫ്രിക്കൻ പുള്ളിപ്പുലികളെ പോലെ തന്നെ ദേഹം മുഴുവൻ പുള്ളികളാൽ നിറഞ്ഞ ശരീരമാണ് ഇവർക്കുള്ളത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡ് കൂടിയാണിത്. വീട്ടിൽ വളർത്താവുന്ന ഒരു ചെറിയ പുള്ളിപ്പുലി പോലെ. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന പൂച്ചകൾ കാട്ടുപൂച്ചകളുടെ ഒരു സബ് സ്പീഷീസ് ആണ്. അതായത് വൈൽഡ് ക്യാറ്റ്സ് ആയ ഫെല്ലിസ് സിൽവറസ്റ്റിസ് ലിബിക്കയുടെ സബ് സ്പീഷീസ് ആണ് ഫെല്ലിസ് ക്യാറ്റസ്, അതായത് നമ്മുടെ പൂച്ചകൾ. ഇനി നമ്മുടെ പൂച്ചകളുടെ കുറച്ച് സ്പെഷ്യൽ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മനുഷ്യർ ഒരു വസ്തുവിനെ കാണാൻ ആവശ്യമായ പ്രകാശത്തിൻ്റെ 1/6 പ്രകാശം മാത്രം മതി പൂച്ചകൾക്ക് കാഴ്ചകൾ കാണാൻ. അതുകൊണ്ട് തന്നെ ചെറിയ നിലാ വെളിച്ചത്തിൽ പോലും ആഹാരം തേടി ഇറങ്ങുന്നവരാണ് പൂച്ചകൾ. മാത്രമല്ല, പൂച്ചകളുടെ മറ്റൊരു കഴിവാണ് അവരുടെ കേൾവി ശക്തി. 64,000 ഹെർട്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ പൂച്ചകൾക്കാവും. മനുഷ്യനിൽ ഇത് വെറും 20,000 ഹെർട്സ് വരെ മാത്രമേ ഉള്ളൂ. പൂച്ചകളുടെ മൂക്കിൽ ഏകദേശം 200 മില്യൺ സ്മെല്ലിംഗ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരകളെ മണം കൊണ്ട് മനസ്സിലാക്കി വേട്ടയാടാനും പൂച്ചകൾക്കാവുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാലുകളും എല്ലുകളുമൊക്കെയാണ് പൂച്ചകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 അടി വരെ തറനിരപ്പിൽ നിന്നും ഒറ്റയടിക്ക് ചാടാൻ പൂച്ചകൾക്കാവും. വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണാലും ശരീരത്തെ ട്വിസ്റ്റ് ചെയ്ത് സേഫാക്കി ലാൻഡാക്കാനും പൂച്ചകൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂച്ചകളുടെ ഈ ഒരു കഴിവിനെ റൈറ്റിംഗ് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. വളരെ വൃത്തിയുള്ള ജീവിവർഗം കൂടിയാണ് പൂച്ചകൾ. വളർന്നു കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ കുടഞ്ഞു കളഞ്ഞും കൃത്യമായി കാലുകൾ നക്കി വൃത്തിയാക്കിയും ഇവർ സൂക്ഷിക്കാറുണ്ട്. പൂച്ചകൾ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ എന്നാണ് കരുതപ്പെടുന്നത്. ഇനി നമുക്ക് പൂച്ചകളെ വളർത്തുന്നത് കൊണ്ടുള്ള കുറച്ച് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ലോ മെയിൻ്റനൻസ്. എല്ലാ പൂച്ച ബ്രീഡുകളും സെൽഫ് ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്നവരാണ്. ഒരു നായയെ വളർത്തുന്നതിനേക്കാൾ വളരെ ചിലവ് കുറവാണ് ഒരു പൂച്ചയെ വളർത്തുന്നത്. സ്വന്തമായി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൂച്ചകളെ ഒരു ഔട്ട്ഡോർ വോക്കിന് പോലും കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. വളരെ ചെറിയൊരു സ്പേസിലും വളർത്താവുന്നവർ കൂടിയാണ് പൂച്ചകൾ. അതുകൂടാതെ തന്നെ പൂച്ചകൾ ഒരു നാച്ചുറൽ ഹണ്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ വീടിനെ ഇൻസെക്റ്റിൽ നിന്നും പ്രാണികളിൽ നിന്നും സംരക്ഷിക്കാനും പൂച്ചകൾക്കാവും. വളരെ വൃത്തിയുള്ളവരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള ഗ്രൂമിങ്ങും പൂച്ചകൾക്ക് ആവശ്യമായി വരുന്നില്ല. മാത്രമല്ല, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പൂച്ചയെ വളർത്തുന്നത് സ്ട്രെസ് റിലീഫിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും നല്ലൊരു മൂഡ് ക്രിയേറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുമെന്നാണ്. ഇനി പൂച്ചയെ വളർത്തുന്നത് കൊണ്ടുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില പൂച്ച ബ്രീഡുകൾക്ക് മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. മാത്രമല്ല, കാലിലെ നഖങ്ങളിൽ കൃത്യമായ ഷൂസ് ഇല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചർ, കാർപ്പറ്റ് പോലെയുള്ളവയെ സ്ക്രാച്ച് ആക്കാനും സാധ്യതയുണ്ട്. ചില മനുഷ്യരിൽ പൂച്ചയുടെ രോമങ്ങൾ അലർജീസിനും കാരണമാവാറുണ്ട്. കൂടാതെ തന്നെ പൂച്ചകൾ ഒരു നൈറ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ രാത്രിയിലെ നിശബ്ദതയെയും ഇത് ബാധിക്കുന്നു.
ഏകദേശം 9000 വർഷങ്ങൾക്ക് മുമ്പാണ് പൂച്ചകളെ മനുഷ്യർ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളർത്താൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. പൂച്ചകളുടെ നോസ് പ്രിന്റ്സ് മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ്സ് പോലെയാണ്. ഓരോ പൂച്ചകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ദിവസത്തിൽ 12 മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങുന്നവർ കൂടിയാണ് പൂച്ചകൾ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എനർജി സേവ് ചെയ്യാനാണ്. 48 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനും പൂച്ചകൾക്ക് കഴിവുണ്ട്. ഏകദേശം 15 മുതൽ 20 വർഷങ്ങൾ വരെയാണ് പൂച്ചകൾ സാധാരണയായി ജീവിച്ചിരിക്കുന്നതും. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞൊരു ജീവി വർഗമാണ് പൂച്ചകൾ. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്താണ് പൂച്ചകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസും കൂടെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.